നമ്മുടെ സംസ്ഥാനത്ത് ബിരുദ തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന ഒരു പദ്ധതി, അത് പിണറായി വിജയൻ, രണ്ടാം പിണറായി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അത് തീർച്ചയായിട്ടും അത് അത്ര പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമാണ്, പക്ഷേ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയ ഫീസ് ഇപ്പോൾ ബിരുദ തലത്തിലൊക്കെ തന്നെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഒക്കെ വാങ്ങുന്നുള്ളൂ. എന്നാൽ പോലും അതും പൂർണ്ണമായി സൗജന്യമാക്കി കൊടുക്കുക എന്നതായിരുന്നു ആ പദ്ധതിയുടെ ഒരു കരട് രൂപം എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ UDF സർക്കാർ അട്ടിമറിക്കും എന്ന് വിചാരിച്ച് SFI സമരം തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അതായത് UDF സർക്കാർ കയറി ഇത്രയും ദിവസങ്ങളെ ആയുള്ളൂ. അതിനു മുൻപേ SFIക്കാർ തീരുമാനിച്ചു LDF കൊണ്ടുവന്ന ഈ പദ്ധതി അട്ടിമറിക്കും, അതില്ലാതെയാക്കും, ക്യാൻസൽ ചെയ്യും, റദ്ദാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സമരപ്പന്തലും കൊടിതോരണങ്ങളുമായി SFIക്കാർ ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ഈ SFIക്കാരുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നങ്ങളെ എന്ന് പറയുന്ന ഈ മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളിങ്ങനെ കിടന്ന് വീരസ്യം മുഴക്കുന്നതല്ലാതെ നിങ്ങളൊക്കെ ഇത്രയും കാലം എന്തു ചെയ്തു? ഇവിടെ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ 2 തവണ 10 വർഷം നിങ്ങളുടെ സർക്കാർ ഭരിച്ചു, നിങ്ങളുടെ മുഖ്യമന്ത്രി നാട് ഭരിച്ചു, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ തീരുമാനങ്ങൾ എടുത്തു, നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സർക്കാർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ധനമന്ത്രിയും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതെന്തുകൊണ്ട് പ്രാവർത്തികമാക്കിയില്ല ഈ 2 തവണയായിട്ടും? അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ശേഷം ഉടൻ തന്നെ ഇത് പ്രാവർത്തികമാക്കാത്തത് എന്താ? അങ്ങനെ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഭരണഘടനാ പ്രകാരം അതങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കഴിയുകയില്ലായിരുന്നല്ലോ. അതെന്താണ് ചെയ്യാത്തത്? നിങ്ങളെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശേഷമനുസരിച്ച് അത് ബുദ്ധിമുട്ടാണ്, ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. അത് പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ധൂർത്തടിക്കാനും, നിങ്ങൾക്ക് നോട്ടീസ് അടിച്ചിറക്കാനും, PR വർക്ക് നടത്താനും, നിങ്ങൾക്ക് നശിപ്പിക്കാനും ഒക്കെ തന്നെ ധാരാളം പണവും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അല്ലാതെ നല്ല കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഈ 10 വർഷം പണമില്ലായിരുന്നു. അതാണ് സംഭവം. എന്നിട്ടിപ്പോൾ UDF സർക്കാർ ഇത് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരുങ്ങേണ്ട, സമര കാഹളം മുഴക്കേണ്ട കാര്യമുണ്ടോ? എന്ത് SFIക്ക് ഭയമാണെന്ന്? SFIയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ഇതിനു മുൻപ് ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഗുണ്ടകളെ, CPMന്റെ ഗുണ്ടകളെ വളർത്തുന്ന പ്രസ്ഥാനമാണ്. മദ്യവും മയക്കുമരുന്നും ആവശ്യമില്ലാത്ത രാസലഹരിയും ഒക്കെ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ്. തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ഒരു കോളേജിന്റെ പേര് പറയുന്നില്ല, പ്രൈവറ്റ് കോളേജാണ്, എയ്ഡഡ് കോളേജാണ്. ആ കോളേജിൽ മയക്കുമരുന്നും രാസലഹരിയും പിടിച്ചത് അവിടുത്തെ SFIക്കാരിയായ യൂണിറ്റ് സെക്രട്ടറിയുടെ ബാഗിൽ നിന്നാണ്. സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, അവരുടെ ബാഗിൽ നിന്നാണ്. ഒരു 2 വർഷം മുൻപ് ആ വാർത്ത മറ്റൊരു മാധ്യമത്തിൽ ഇരുന്ന് ഞാൻ നൽകിയതാണ്. അതെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടിപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ SFIക്കാർ വിരട്ടാനും പേടിപ്പിക്കാനും ഒന്നും വരണ്ട. നിങ്ങൾ തെരുവുകൾ യുദ്ധക്കളങ്ങളാക്കാനും ചോരക്കളങ്ങളാക്കാനും ഒക്കെ വലിയ മിടുക്കരാണെന്ന് നമുക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമരവീര്യം, നങ്ങളെ എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ സമരവീര്യം, അല്ലെങ്കിൽ എന്താണ്, ഒരു നേതാവുണ്ട്, പേര് പെട്ടെന്ന് കിട്ടിയില്ല, അയാളുടെ M ശിവപ്രസാദ്, അയാളുടെ വീരസ്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇവൻ ഒറ്റയെടുത്തൻ മതി ഭാവിയിലെ പിണറായി വിജയൻ എന്നൊക്കെയാണ് ഇടത് സൈബർ കമ്മ്യൂണുകൾ കിടന്ന് അലറുന്നത്. അപ്പം തെരുവിൽ ഇറങ്ങിക്കോളൂ, അതിന്റെ ബാക്കി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ചെയ്തുകൊള്ളും. UDF സർക്കാരിന് ശ്വാസം വിടാൻ പറ്റാതെ അവരെ കടന്നാക്രമിക്കണം എന്നുള്ള AKG സെന്ററിലെ തീരുമാനം ഇങ്ങനെയൊക്കെ തന്നെ നടപ്പിലാവുകയാണെന്നാണ് തോന്നുന്നത്.